റെസിഡൻസ് അസോസിയേഷനുകളുമായിട്ടുള്ള ഇന്നത്തെ ചർച്ചയോടുകൂടി 10 യോഗങ്ങളും പൂർണ്ണമാവുകയാണ്. ഇപ്പം ഇവിടെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ടാവും. നമ്മുടെ നാടിൻ്റെ ഭാവി എങ്ങനെ വേണമെന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടേതായ സങ്കല്പങ്ങൾ, ആശയങ്ങൾ ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാര്യങ്ങൾ എല്ലാം സംസാരിച്ച് ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ആശയങ്ങൾ എഴുതി നൽകുന്നതും നന്നാവും. കാരണം 1 മണിയോടുകൂടി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം എന്ന കാഴ്ചപ്പാടാണ് നാം പൊതുവിൽ ഉയർത്തിപ്പിടിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, വ്യവസായം, കൃഷി, സാമൂഹ്യനീതി, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ സംസ്ഥാനം നടപ്പാക്കുന്ന ജനപക്ഷ നിലപാടുകളുണ്ട്. അവ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത്തരം സംവാദങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് വലിയ ഊർജമാണ് എന്നാണ് ആദ്യമേ തന്നെ പറയാനുള്ളത്. നമ്മുടെ നാടിനെ ഒരു പുരോഗമന സമൂഹമായി നിലനിർത്തുക, വരും തലമുറകൾക്ക് കൂടി പര്യാപ്തമാകും വിധം കേരളത്തെ മാറ്റി തീർക്കുക, ഇതിന് വൻ പിന്തുണയാണ് കേരളീയ സമൂഹം നൽകുന്നത്. കേരളീയ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ ആ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. ഇത് സർക്കാരിന് വൻതോതിലുള്ള പ്രചോദനമായി മാറുന്നു എന്നതാണ് വസ്തുത. ഇവിടെ വിദ്യാർത്ഥികൾ തുടങ്ങി യുവജനങ്ങൾ, സ്ത്രീകൾ, ആദിവാസി ദളിത് ജനവിഭാഗങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ, ഭിന്നശേഷി വിഭാഗം, മുതിർന്ന പൗരന്മാർ, തൊഴിലാളികൾ, കർഷകർ, ഇത്രയും വിഭാഗങ്ങളുമായി സംവദിക്കൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സ്വൈരജീവിതം ഉറപ്പുവരുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രതിനിധികളുമായാണ് സംവദിക്കുന്നത്. സർക്കാരിൻ്റെ ഏത് നയപരിപാടിയും അർത്ഥവത്താകുന്നത് പ്രാദേശിക തലത്തിൽ അത് വേണ്ട രീതിയിൽ നടപ്പാകുമ്പോഴാണ്. എല്ലാ പദ്ധതികളും നാം നടപ്പിലാക്കുന്നത് ജനകീയ പങ്കാളിത്തത്തോടെയാണ്. അതാണ് അത്തരം പരിപാടികളുടെ വിജയരഹസ്യം എന്നതും വസ്തുതയാണ്. കഴിഞ്ഞ
7.5 വർഷത്തിലേറെയായി കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ വലിയ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയ പദ്ധതികളുടെ ഫലമായി ഉണ്ടായതാണ്. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച ഹരിത കേരളം, ലൈഫ്, ആർദ്രം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഈ മിഷനുകളെല്ലാം ഈ പറഞ്ഞതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. നമ്മുടെ നാട് അവിചാരിതമായ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നൊരു നാടാണ്. അത്തരം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഘട്ടങ്ങളിൽ വലിയ ജനപങ്കാളിത്തത്തോടെയാണ് സംസ്ഥാനത്ത് രക്ഷാപ്രവർത്തനം നടത്തിയതും ആശ്വാസ നടപടികൾ കൈക്കൊണ്ടതും. ഇപ്പോൾ കോവിഡ് കാലത്ത്, പ്രളയകാലത്ത് എല്ലാം അത്തരത്തിലുള്ള ഇടപെടലുകളിൽ അകമഴിഞ്ഞ പിന്തുണയാണ് ആ പരിപാടികളിൽ ഭാഗഭാക്കാവലാണ് എല്ലാവരിൽ നിന്നും ഉണ്ടായത്. ഇക്കാര്യത്തിൽ പങ്കുവഹിച്ചവർക്ക് ഇനി നമ്മുടെ നാട് ഏത് രൂപത്തിൽ രൂപം കൊള്ളണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷനുകൾ നിയമപരമായി തന്നെ വ്യവസ്ഥ ചെയ്യപ്പെടുന്നൊരു ഘട്ടത്തിലാണ് ആധുനിക സമൂഹം നിൽക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ സ്ഥിതി എടുത്താൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയുടെ നിയമം തന്നെ റെസിഡൻ്റ് വെൽഫെയർ അസോസിയേഷനുകൾ വേണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ഉണ്ടായാൽ ഇന്നുള്ള പലതരത്തിലുള്ള ദുഷിപ്പുകൾ അവസാനിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത്, മയക്കുമരുന്നിന് അടിമയായി പോകുന്നത്, ചെറുപ്പക്കാർ തന്നെ മയക്കുമരുന്നിൻ്റെ കരിയർമാരായി തീരുന്നത്, പെൺകുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നത്, ഇത്തരം കാര്യങ്ങൾ വലിയൊരളവിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇടപെടാൻ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കഴിയും. സാമൂഹിക ജീവിതം അർത്ഥവത്താകുന്നത് ഇത്തരം സംഘടനകൾ ഉണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ ഗ്രാമസഭകളിലായാലും നഗരങ്ങളിലായാലും ഇരുണ്ട ഇടവഴികൾ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, അവിടങ്ങളിൽ അനാശാസ്യപരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, ഇതൊക്കെ അസോസിയേഷനുകളുടെ ജാഗ്രതാപൂർവമായ പ്രവർത്തനത്തിലൂടെ സാധിക്കുന്നതാണ്. നമുക്ക് സാർവത്രികവും സുദൃഢവുമായ ജനമൈത്രി പോലീസ് സംവിധാനം ഉണ്ട് എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു സിവിൽ ഡിഫൻസ് സേനയുമുണ്ട്. ഇവയുമായൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ അസോസിയേഷനുകൾക്ക്
കഴിയേണ്ടതുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ ജനോപകാരപ്രദമായ വിധം നിറവേറ്റാൻ റെസിഡൻസ് അസോസിയേഷനുകളുടെ മുൻകൈയോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് സാധിക്കും. പെട്ടെന്നൊരു കുറ്റകൃത്യം ഉണ്ടാകുന്നതായി കണ്ടാൽ ഉടനെ പോലീസ് സഹായത്തിനായി വിളിക്കേണ്ടത് നമ്പർ 100 അതേപോലെ തീപിടുത്തമുണ്ടായാൽ സഹായം തേടി വിളിക്കേണ്ട നമ്പർ 101. ഈ കാര്യങ്ങൾ സാധാരണ നിലയിൽ നിസ്സാരമായി തോന്നാം. പക്ഷേ ഇതറിയാത്ത കുടുംബങ്ങൾ നമ്മുടെ ഫ്ലാറ്റുകളിലടക്കം ഉണ്ട് എന്നത് വസ്തുതയാണ്. അപ്പോൾ അപകടം ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് പലപ്പോഴും പലരും ഈ നമ്പറുകൾ അന്വേഷിക്കുന്നത്. അപ്പോഴേക്കും അപകടം ഉണ്ടായിക്കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലെ അടിയന്തര സന്ദർഭങ്ങളിൽ ആവശ്യമായി വരുന്ന നമ്പറുകൾ ഓരോ വീടിൻ്റെയും ചുമരുകൾ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കഴിയും. ചെറിയ കാര്യങ്ങളായിട്ടാണ് സാധാരണഗതിയിൽ തോന്നുക. എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വലിയ കാര്യം തന്നെയാണ്. അടുത്ത കാലത്ത് 2018 നമുക്ക് നൂറ്റാണ്ടിലെ മഹാപ്രളയം നേരിടേണ്ടി വന്നല്ലോ. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തകരായി രംഗത്തിറങ്ങി. അത് പെട്ടെന്ന് തന്നെ ഇറങ്ങുന്ന നില വന്നു. രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും അനുയോജ്യരായ ആളുകളെ ഏറ്റവും എളുപ്പത്തിൽ കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചത് കടലോര ജാഗ്രതാ സമിതി എന്ന ഒന്നവിടെ ഉണ്ടായതുകൊണ്ടുകൂടിയാണ്. ഈ സമിതി റെസിഡൻസ് അസോസിയേഷൻ്റെ സ്വഭാവത്തിൽ തന്നെ പ്രവർത്തിക്കുന്നതാണ് എന്നതും പ്രത്യേകതയുള്ള കാര്യമാണ്. ഇതുപോലെ അടിയന്തര രക്ഷാപ്രവർത്തനം വേണ്ട സന്ദർഭങ്ങളിൽ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് നേതൃത്വപരമായ വലിയ പങ്ക് വഹിക്കാൻ കഴിയും. അപ്പം നമുക്ക് വലിയൊരു സിവിൽ ഡിഫൻസ് സേനയുണ്ട്. സിവിൽ ഡിഫൻസ് ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ട സേനയാണത്. അതിൽ പരിശീലനം കിട്ടിയ വ്യക്തികൾ ഏറെക്കുറെ വാർഡ് തോറും തന്നെയുണ്ട്. അവരുടെ സഹായം അപകട സന്ദർഭങ്ങളിൽ ആദ്യം തന്നെ തേടാവുന്നതാണ്. ആ സേന തന്നെ അത്തരം കാര്യങ്ങൾക്ക് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയൊരു സേനയുണ്ട് എന്നതോ അവർ പരിശീലനം നേടിയവരാണ്, അവർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നതോ ഇവരുടെ സഹായം ഇത്തരം ഘട്ടങ്ങളിൽ തേടാനാവുമെന്നതോ
എല്ലാവർക്കും അറിയില്ല, അല്ലെങ്കിൽ അറിയാത്ത പലരുമുണ്ട്. അപ്പോൾ അതത് പ്രദേശങ്ങളിലുള്ള സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളുടെ ഒരു പട്ടിക റെസിഡൻസ് അസോസിയേഷനുകളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അതുപോലൊരു ഘട്ടത്തിൽ എത്രയേറെ പ്രയോജനപ്പെടുമെന്നത് ആലോചിച്ച് നോക്കാവുന്നതാണ്. അതേപോലെ നമ്മുടെ പോലീസ് സേന, അഗ്നിശമന സേന, നാർക്കോട്ടിക്സ് വിരുദ്ധ വിഭാഗം, ഇതിലെല്ലാം ബോധവൽക്കരണത്തിനായി നിയുക്തമായ സമിതികളുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ബോധവൽക്കരണം എല്ലായിടത്തും എത്തുന്നില്ല. അപ്പോൾ റെസിഡൻസ് അസോസിയേഷനുകൾ മനസ്സ് വെച്ചാൽ വാർഡ് തോറും ഈ ബോധവൽക്കരണം നടത്താൻ പറ്റും. അങ്ങനെ ബോധവൽക്കരണം നടത്തിയാൽ സമൂഹത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കാനാകും. ജീവരക്ഷാ നൈപുണ്യം, സ്വയം രക്ഷാ നടപടികൾ, ഇവയിലൊക്കെ പരിശീലനം നൽകാനുള്ള സംവിധാനങ്ങൾ പോലീസിലും അഗ്നിശമന സേനയിലുമൊക്കെയുണ്ട്. പെൺകുട്ടികൾക്ക് സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് ഇത് നൽകാനുള്ള സംവിധാനമുണ്ട്. വനിതാ പോലീസിനാകട്ടെ ഇങ്ങനെ പെൺകുട്ടികളെ സജ്ജമാക്കാൻ വേണ്ട പരിശീലന ടീമുണ്ട്. ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷനുകൾ ജനമൈത്രി പോലീസുമായും മറ്റും സഹകരിച്ചാൽ വാർഡുകൾ തോറും, ഫ്ലാറ്റുകൾ തോറും നമ്മുടെ പെൺകുട്ടികൾക്ക് ഇത്തരം പരിശീലനങ്ങൾ ലഭിക്കുന്ന നില വരും. ജനമൈത്രി പോലീസ് വിഭാവനം ചെയ്തിട്ടുള്ളത് പോലും ഇത്തരത്തിൽ ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കലാണ്. ഓരോ ഇടത്തും താമസിക്കുന്നവരുടെ കൃത്യമായ രജിസ്റ്റർ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് സൂക്ഷിക്കാൻ കഴിയണം. ഇത് ഒരു ഘട്ടത്തിൽ കൊച്ചി നഗരത്തിൽ നിർബന്ധമായി നടപ്പാക്കി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. 3 മാസ ഘട്ടത്തിൽ വലിയ തോതിൽ ആളുകൾ വന്നും പോയും ഇരിക്കുന്നു. അതായത് ഒരിടത്തല്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് സമൂഹമുണ്ട്. ഇത് മനസ്സിലാക്കിയപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തി. അപ്പോൾ വേറൊരു കാര്യം കണ്ടു. ഈ വിഭാഗത്തിൽ പലയിടത്തു നിന്നായി എത്തിയ ക്രിമിനലുകളുടെ വലിയ സാന്നിധ്യമുണ്ട് എന്നത്. ബീറ്റ് ഓഫീസർമാരും റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി നടത്തിയ ഡോക്യുമെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കണ്ടെത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി നീക്കിയപ്പോൾ കുറ്റകൃത്യങ്ങൾ വളരെ കുറയുന്നുവെന്ന് ഉറപ്പുവരുത്താനായി. പെരിന്തൽമണ്ണയിൽ ഇതേപോലെ ഒരു ഡോക്യുമെൻറ്റേഷൻ സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചിരുന്ന കുറേ കൂട്ടർ പെട്ടെന്ന് അപ്രത്യക്ഷരായി. ക്രിമിനലുകളുടെ സംഘമായിരുന്നു ഇങ്ങനെ താമസിച്ചിരുന്നത് എന്ന് കൂടുതൽ അന്വേഷണത്തിൽ മനസ്സിലാക്കാനും കഴിഞ്ഞു. അപ്പോൾ ഫ്ലാറ്റുകളിലായാലും വില്ലകളിലായാലും ഇതുപോലെയുള്ള രജിസ്റ്ററുകൾ സൂക്ഷിക്കൽ, അങ്ങനെ വന്നാൽ കുറ്റകൃത്യ നിവാരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ തോതിലത് പ്രയോജനപ്പെടും. റെസിഡൻസ് അസോസിയേഷനുകൾക്ക്
എപ്പോഴും ജാഗ്രതയുടേതായ ഒരു കണ്ണു വേണം. അപരിചിതർ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? അപരിചിത വാഹനങ്ങൾ അസമയങ്ങളിൽ വന്നു പോകുന്നുണ്ടോ? കുട്ടികൾ സംശയകരമായ സാഹചര്യങ്ങളിൽ ഇടവഴികളിൽ സംഘം ചേരുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ കഴിയണം. അങ്ങനെയുണ്ടെങ്കിൽ അതപ്പോൾ പോലീസിനെ അറിയിക്കാനും തയ്യാറാണ്. പോലീസിൻ്റെ സഹായം തേടണമെന്ന് പറയുന്നത് നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ അർത്ഥം സദാചാര പോലീസായി ആരെങ്കിലും ചമഞ്ഞിറങ്ങണം എന്നല്ല. പോലീസിൻ്റെയും മറ്റും പണി റെസിഡൻസ് അസോസിയേഷനുകൾ ഏറ്റെടുക്കണം എന്നുമല്ല പറയുന്നത്. പോലീസിനെ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന നിലപാട് ഉണ്ടാകണമെന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. അങ്ങനെ വന്നാൽ ഇന്നത്തെ ആശാസ്യമല്ലാത്ത പല കാര്യങ്ങളിലും വലിയ മാറ്റം വരുത്താൻ സാധിക്കും. നമ്മുടെ അപ്പാർട്ട്മെൻറ്റുകളിൽ പ്രായം ചെന്ന വ്യക്തികളുണ്ടാകാം. അവരുടെ സേവനം കുഞ്ഞുങ്ങൾക്ക് നന്മയുടെ കഥ പറഞ്ഞു കൊടുക്കുന്നതിന് ഉപകരിക്കപ്പെടുമോ എന്നാരായണം. കഥാരൂപത്തിലും പാട്ടുരൂപത്തിലുമൊക്കെ അവർ പകർന്നു കൊടുക്കുന്ന അറിവിൻ്റെ വെളിച്ചവും നന്മയുടെ തെളിച്ചവും നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്താൻ സഹായിക്കും. കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും ഒരുപോലെ സമയമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഇത്തരം കൂട്ടായ്മയ്ക്കുള്ള അവസരം ഒരുക്കണം. റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ വാർഷിക കലാപരിപാടികൾ മാത്രമായി പരിമിതപ്പെട്ടു പോകരുത്. ഗാനമേളയും നൃത്തപരിപാടിയുമൊക്കെ ആകുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ കലാ അവതരണങ്ങൾക്ക്, കലാപരിശീലനങ്ങൾക്ക് ഒക്കെയുള്ള സമയം കണ്ടെത്തണം. കലാഗ്രൂപ്പും നാടക ഗ്രൂപ്പും അവരുടേതായി ഉണ്ടായി എന്ന് വന്നാൽ സമൂഹത്തിൻ്റെ ഇരുണ്ട ഇടനാഴികളിലേക്കും മയക്കുമരുന്നിൻ്റെ കൈമാറ്റങ്ങളിലേക്കുമൊന്നും അവർ പോകില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പല ജാതിയിലും പല മതങ്ങളിലും പെട്ടവർ ഒരുമിച്ചാണ് അപ്പാർട്ട്മെൻറ്റുകളിലും മറ്റും കഴിയുന്നത്. ഇപ്പോൾ ജാതിമത ഭേദങ്ങൾക്കതീതമായ മനസ്സുകളുടെ ഒരുമ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ആപത്ത് വരുമ്പോൾ തൊട്ട അയൽപക്കത്തുള്ളവരാണ് സഹായിക്കാനുണ്ടാകുക എന്ന ബോധം എപ്പോഴും ഉണ്ടാവണം. അയലത്താരാണുള്ളത് അതുപോലും അന്വേഷിക്കാതെ സ്വകാര്യതയുടെ ചിമിഴിലേക്ക് ഒതുങ്ങുന്നത് പലപ്പോഴും ആപത്തെ വരുത്തി വെക്കും. ഒരു കാലത്ത് മാനവ വികസന സൂചികകളിലാണ് കേരളം രാജ്യത്തിനാകെ മാതൃകയായത്. ഇന്നിപ്പോൾ അതിനു പുറമെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും നമ്മൾ മാതൃകയാവുകയാണ്. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ
ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് എല്ലാം നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യമായത് ഈ കഴിഞ്ഞ 8 വർഷത്തിനകമാണ്. തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ദേശീയ ജലപാത, ദേശീയപാത വികസനം, ഇതെല്ലാം മാതൃകാപരമായി തന്നെ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ എത്രയോ കാലം മുൻപേ അനുകരണീയമായ മാതൃകകൾ മുന്നോട്ട് വെച്ച സമൂഹമാണ് നമ്മുടേത്. ഇന്നിപ്പോൾ ആരോഗ്യ മേഖലയിലെ 2-3 തലമുറ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനാണ് കേരളം തയ്യാറെടുക്കുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്കാണ് നാം ഉയരുന്നത്. അതിൻ്റെ ചുവട് പിടിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സമഗ്രമായി നവീകരിക്കുകയുമാണ്. ഗവേഷണ വ്യവസായ മേഖലകളെ ബന്ധപ്പെടുത്തി കേരളത്തെ അറിവുൽപ്പാദനത്തിൻ്റെയും സേവന പ്രദാനത്തിൻ്റെയും ഹബ്ബാക്കി മാറ്റുകയാണ്. ഇൻ്റർനെറ്റ് പൗരാവകാശമായി പ്രഖ്യാപിച്ച ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കെ-ഫോൺ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. ഇതുവരെ 5000-ഓളം കുടുംബങ്ങൾക്ക് കണക്ഷൻ നൽകിക്കഴിഞ്ഞു. 30,000-ഓളം സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കെ-ഫോണിലൂടെ ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ്. ഇതിൽ 19,000-ഓളം സ്ഥാപനങ്ങൾക്ക് ഇതിനോടകം കണക്ഷൻ ലഭ്യമായി കഴിഞ്ഞു. ഇതിനു പുറമെ കെ-ഫൈ എന്ന പദ്ധതിയിലൂടെ 2023 പൊതു ഇടങ്ങളിൽ സൗജന്യ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരം ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുക. 2000 ഹോട്ട്സ്പോട്ടുകളാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾക്ക് കൂടുതലായി പ്രയോജനപ്പെടുമെന്നാണ് നാം കാണുന്നത്. സർക്കാർ സേവനങ്ങൾ ഒന്നടങ്കം ഓൺലൈനായി ലഭ്യമാകുന്നിടത്താണ് എത്തുന്നത്. 800-ലധികം സേവനങ്ങളെ ഓൺലൈനായി ലഭ്യമാക്കി കഴിഞ്ഞു. കെ-സ്മാർട്ട്, സ്മാർട്ട് വില്ലേജ് തുടങ്ങിയവ തദ്ദേശ സ്വയംഭരണ വകുപ്പും റവന്യൂ വകുപ്പും ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വകുപ്പുകൾ നൽകുന്ന സേവനങ്ങളെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെടുത്തി കാര്യക്ഷമമാക്കുകയുമാണ്. ഇത്തരത്തിൽ സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ സമൂഹത്തിനാകെ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം പ്രത്യേക സഹായം വേണ്ടവർക്ക് അത് ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയുമാണ്. ഉദാഹരണത്തിന് വാതിൽപ്പടി സേവനങ്ങളിലൂടെ പ്രായമായവർക്കും അംഗപരിമിതർക്കും അഗതികൾക്കുമൊക്കെ തങ്ങളുടെ വീട്ടുമുറ്റങ്ങളിൽ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ്. ഇത്തരം ഇടപെടലുകളിലൂടെ സാമൂഹ്യനീതി എന്ന ആശയത്തെ മുറുകെ പിടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സുസ്ഥിരവും പ്രകൃതി സൗഹൃദവും അതിജീവന ശേഷിയുള്ളതുമായ നവകേരളത്തിൻ്റെ മുഖമുദ്രകളിൽ ഒന്നാണ് അതിൻ്റെ ഉൾച്ചേർക്കൽ സ്വഭാവം എന്ന് പറയുന്നത്.
ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി കേരളത്തെ പരിവർത്തിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനായി ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന അറിവും സ്വാംശീകരിക്കാനും അവയെ ഉൽപ്പാദനോന്മുഖമായി പരിവർത്തിപ്പിക്കാനും നമുക്ക് കഴിയണം. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ ഗവേഷണത്തിലൂടെയും മറ്റും ഉയർന്നു വരുന്ന പുതിയ അറിവുകൾ, ആ അറിവുകളെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിക്കാനും കഴിയേണ്ടതുണ്ട്. അതിനുതകുന്ന നിലയിലാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല നവീകരിക്കുന്നത്. എക്കാലത്തും പ്രാദേശിക വികസനത്തിൽ ഗൗരവതരമായി ശ്രദ്ധ പതിപ്പിക്കാൻ ഇടതുപക്ഷ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1996 LDF സർക്കാർ മുന്നോട്ട് വെച്ച ജനകീയ ആസൂത്രണ പദ്ധതി കേരളത്തിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിലെ സുപ്രധാന നാഴികക്കല്ലായിരുന്നു. അത് സാമ്പത്തികാധികാരങ്ങൾ ഉൾപ്പെടെയാണ് വികേന്ദ്രീകരിച്ചത്. സംസ്ഥാനത്തിൻ്റെ പദ്ധതി വീതത്തിൽ 35 മുതൽ 40% വരെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് നീക്കിവെക്കുന്ന നിലയുണ്ടായി. ഓരോ പ്രദേശത്തിനും ആവശ്യമായ വികസന പദ്ധതികൾ അതിടങ്ങളിലെ ജനങ്ങൾക്ക് തന്നെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായി. അങ്ങനെ പ്രാദേശിക വികസനത്തെ ജനകീയ പങ്കാളിത്തത്തോടെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ഇതേ കാഴ്ചപ്പാടോടെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചു വരുന്നത്. ഇക്കാലഘട്ടത്തിൽ അനിവാര്യമായി പരിഹാരം കാണേണ്ട പുതുതലമുറ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, പാർപ്പിട സൗകര്യം ലഭ്യമാക്കൽ, മാലിന്യ സംസ്കരണം, സംരംഭകത്വ വികസനം, ഇങ്ങനെ പലതുമുണ്ട്. ഇവയെല്ലാറ്റിനെയും നാടിൻ്റെയും നാട്ടുകാരുടെയും ജീവിത നിലവാരത്തെ സമഗ്രമായി ഉയർത്താനുള്ള ഉപാധികളാക്കി മാറ്റുകയാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഇവയിലെല്ലാം നേതൃപരമായ പങ്കുവഹിക്കാൻ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കഴിയേണ്ടതുണ്ട്. എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കിക്കൊണ്ട് ഭവൻ രഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തോടെയാണ് ലൈഫ് മിഷൻ നടപ്പാക്കി വരുന്നത്. ഈ പദ്ധതി വഴി 4 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീട് ലഭ്യമാക്കാൻ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ 16 ലക്ഷത്തോളം ആളുകൾക്ക് ഈ ഭവന പദ്ധതി പ്രയോജനപ്രദമായി എന്നാണ് അർത്ഥം. 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ ധനസഹായം അനുവദിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ലൈഫ് മിഷന് വേണ്ടി ഇതുവരെ 17,104 കോടി രൂപയാണ് ചെലവഴിച്ചത്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കേവലം 2018 കോടി രൂപ മാത്രമാണ്. ആകെ ചെലവിൻ്റെ 12% മാത്രം. ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തോടെയാണ് നാം നീങ്ങുന്നത്. കഴിഞ്ഞ 7.5 വർഷം കൊണ്ട് 3.25 ലക്ഷത്തിലധികം പട്ടയങ്ങൾ ലഭ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു. ശേഷിക്കുന്ന ഭൂരഹിതർക്ക് നൽകുന്നതിനുള്ള ഭൂമി കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിൽ ലാൻഡ് ബോർഡിലടക്കം തർക്കത്തിൽ കിടക്കുന്ന ഭൂമിയുണ്ട്. അവയുടെ കാര്യത്തിൽ പരിഹാരമുണ്ടാകണമെന്ന് ആളുകൾ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഭൂമിക്ക് മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനുതകും വിധം വില്ലേജ് തലം മുതൽ സെക്രട്ടേറിയറ്റ് തലം വരെയുള്ള
സമിതികൾ രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന ഘടകം വില്ലേജ് തല ജനകീയ സമിതികളാണ്. അതിൽ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് വഹിക്കാനുള്ള പങ്ക് വളരെ വലുതാണ്. 171 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ആളുകളെ പട്ടിണി സൂചികയിൽ, നമ്മുടെ ആഗോള പട്ടിണി സൂചിക, അതിലാകെയുള്ളത് 121 രാജ്യങ്ങളാണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 107ആണ്. അപ്പോൾ പിന്നെ 14 രാജ്യം മാത്രമേ ഉള്ളൂ എന്നർത്ഥം 221. ഒരു രാജ്യത്താണ് ഇങ്ങനെയുള്ള രാജ്യമാണ് നമ്മുടേത്, ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യം. പക്ഷേ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് 1% താഴെ ദരിദ്രർ മാത്രമാണ്. അപ്പോൾ അവിടെ നമ്മൾ ലക്ഷ്യമിടുന്നത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറ്റുക എന്നതാണ്. 64,006 കുടുംബങ്ങളിൽ 1,00,000-ലധികം പേരെയാണ് കേരളത്തിൽ അതിദരിദ്രരായി കണ്ടെത്തിയിട്ടുള്ളത്. ആകെ കുടുംബം 64,006. ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥ കൃത്യമായി മനസ്സിലാക്കി ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള മൈക്രോ പ്ലാനുകൾ രൂപീകരിച്ച് അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ 56,821 കുടുംബങ്ങൾക്കാണ് മൈക്രോ പ്ലാനുകൾ ആവശ്യമായി വന്നത്. അവർക്ക് പ്രത്യേക തിരിച്ചറിയൽ രേഖകളും ലഭ്യമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കേരളപ്പിറവി ദിനത്തോടെ 47.89% കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും. 3 വർഷമാണ് നമ്മൾ വെച്ചത്. പക്ഷേ ആദ്യത്തെ വർഷം തന്നെ 48% കുടുംബങ്ങൾ മോചിതരായി. ഈ വർഷത്തെ കേരളപ്പിറവിയോടെ നല്ല പുരോഗതി ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2025 നവംബർ 1 പൂർണ്ണമായും അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറേണ്ടത്. ഏതായാലും അടുത്ത നവംബർ 1 വലിയ പുരോഗതിയിലേക്ക് മാറാൻ നമുക്ക് കഴിയും. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ കേന്ദ്രതലത്തിലാണ് തീരുമാനിക്കുന്നത്. ഇവിടെ സോഷ്യൽ ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചിരുന്നു. രാജ്യത്താകെ സോഷ്യൽ ഓഡിറ്റ് പൂർത്തിയാക്കിയ സംസ്ഥാനം കേരളം മാത്രമാണ്. മറ്റ് ചില പ്രശ്നങ്ങൾ ആ മേഖല നേരിടുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേക ക്ഷേമനിധി ബോർഡ് ഈ മേഖലയിൽ കേരളം രൂപീകരിക്കുകയുണ്ടായി. ഈ സാമ്പത്തിക വർഷത്തിലെ പ്രഖ്യാപിത ലക്ഷ്യം 8 കോടി തൊഴിൽ ദിനങ്ങളാണ്. അത് പിന്നിട്ട് കഴിഞ്ഞു. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ അത് 8 കോടിയിൽ നിന്ന് 10.5 കോടി തൊഴിൽ ദിനങ്ങളിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി വീതത്തിൽ കേന്ദ്രം കുറവ് വരുത്തി. അപ്പോഴും മാതൃകാപരമായി ആ പദ്ധതി സംസ്ഥാനം നടപ്പാക്കുകയാണ്. നഗരപ്രദേശങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. ഇതും കേരളം മാത്രമാണ് നടപ്പാക്കിയത്. 2010 ആരംഭിച്ച ഈ പദ്ധതി 2015-16 വർഷം 15 കോടി രൂപയായിരുന്നു ബജറ്റ് നീക്കിയിരിക്കും.
ഇപ്പോഴോ 165 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. 1 കോടിയിലേറെ തൊഴിൽദിനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. രാജ്യത്തിനാകെ മാതൃകയായ മറ്റൊരു പ്രവർത്തനം. നഗരവൽക്കരണത്തിൻ്റെ തോത് നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഏറ്റെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മാലിന്യ സംസ്കരണം. ഇത് പൊതുവേ നല്ല നിലയിൽ ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നാം 2023 മാർച്ചിൽ മാലിന്യമുക്ത നവകേരളം എന്ന പേരിൽ ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചു. ഈ വർഷം മാർച്ച് 31 ഈ ക്യാമ്പയിൻ്റെ ആദ്യഘട്ടം അവസാനിക്കുകയാണ്. ഈ കാലയളവിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. മാലിന്യമുക്ത നവകേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് പൊതു സ്വകാര്യ സംരംഭങ്ങളെ ആകെ ഉപയോഗപ്പെടുത്തുകയാണ്. ഖരമാലിന്യ സംസ്കരണ രംഗത്ത് ഓരോ നഗരസഭയ്ക്കും 25 വർഷത്തേക്കുള്ള പദ്ധതി രൂപരേഖ തയ്യാറാക്കി വരികയാണ്. 37 ഇടങ്ങൾ ഇത് പൂർത്തിയായി കഴിഞ്ഞു. 2024 ഏപ്രിൽ മാസത്തോടെ എല്ലാ നഗരസഭകളും സമ്പൂർണ്ണ രൂപരേഖ തയ്യാറാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈൻ വഴി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് പദ്ധതിക്ക് കേരളത്തിൽ തുടക്കമായി. സേവനങ്ങൾ ഓൺലൈനാക്കുന്ന സംവിധാനം സർക്കാർ തലത്തിൽ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായി കെ സ്മാർട്ട് പദ്ധതി നടപ്പാക്കുകയാണ്. അഴിമതി കുറക്കാനും കാര്യക്ഷമത വർദ്ധിക്കാനും ഉതകുന്ന വിധത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഇത് പൊതുസമൂഹത്തിന് അങ്ങേയറ്റം ഉപകാരപ്രദമായിരിക്കും. പ്രാദേശിക വികസനത്തിന് ഊന്നൽ നൽകുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച മറ്റൊരു പ്രധാന പദ്ധതിയാണ് സംരംഭകത്വ വികസനം. ജിയോ ടാഗിംഗ് സാധ്യമായ നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. ആറന്മുള കണ്ണാടി, ബാലരാമപുരം കൈത്തറി, മറയൂർ ശർക്കര, ഇങ്ങനെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ. ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷമായ ഉൽപ്പന്നങ്ങളെ പ്രചരിപ്പിക്കാൻ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ റെസിഡൻസ് അസോസിയേഷനുകൾ മുൻകൈ എടുക്കേണ്ടതാണ്. സംരംഭകത്വ വികസനത്തിന് അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഏകദേശം 92,000 കോടി രൂപയുടെ നിക്ഷേപം വന്നതായാണ് MSME എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. അതിൽ 33,815 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കി. 5 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. മുടങ്ങിക്കിടന്ന 12,240 കോടി രൂപയുടെ പദ്ധതികളാണ് പുനരുജ്ജീവിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളം 17.3% വ്യാവസായിക വളർച്ച കൈവരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം 1,39,000 സംരംഭങ്ങളാണ് ആരംഭിച്ചത്. 8,500 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാനായി. 3 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സൂക്ഷ്മ ഇടത്തരം വ്യവസായങ്ങളുടെ മേഖലയിൽ മാത്രം
2,35,000 സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവഴി 15,000 കോടി രൂപയുടെ നിക്ഷേപവും 5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സംരംഭക വർഷം പദ്ധതിയുടെ തുടർച്ചയായി മിഷൻ 1000 എന്നൊരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 1000 MSME-കളെ 4 വർഷത്തിനുള്ളിൽ ആകെ 1 ലക്ഷം കോടി രൂപ വിറ്റുവരവുള്ള സംരംഭങ്ങളാക്കി മാറ്റി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനോടകം തന്നെ 552 അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞു. ഇതിൽ 88 എണ്ണത്തിൻ്റെ പരിശോധന പൂർത്തിയാക്കി. അവയെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതിനാൽ അതത് പ്രദേശങ്ങളിൽ അയൽവാസികളുടെ പങ്കാളിത്തത്തോടെ ചെറിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകാൻ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കഴിയുന്നതാണ്. സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയിൽ ടൂറിസം സുപ്രധാന പങ്ക് വഹിക്കുകയാണ്. വിനോദസഞ്ചാര മേഖല, തദ്ദേശീയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കണ്ടെത്തുക, അവ വികസിപ്പിക്കുക, ഇതിനെല്ലാമുള്ള ധാരാളം ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുകയാണ്. പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള ടൂറിസം സർക്യൂട്ടുകൾക്കും കേരളത്തിൽ തുടക്കമായിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക തനിമ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ റെസിഡൻസ് അസോസിയേഷനുകൾ പങ്കാളികളാകണം. നാടിൻ്റെ സുരക്ഷ പോലീസിൻ്റെ മാത്രം ഉത്തരവാദിത്തമായി കാണാൻ പറ്റില്ല. ഒരു ജനകീയ സേന എന്ന നിലയിലാണ് കേരള പോലീസ് ഇന്ന് പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ നാടിൻ്റെയും നാട്ടുകാരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ റെസിഡൻസ് അസോസിയേഷനുകൾ പോലീസുമായി നല്ല നിലയിൽ സഹകരിക്കൽ പ്രധാനമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും ഉപയോഗപ്രദമായ ധാരാളം പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. വയോജനക്ഷേമം ഉറപ്പാക്കുന്നതിനായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പാക്കി വരുന്ന പ്രശാന്തി ഹെൽപ്പ് ലൈൻ, ഈ പദ്ധതി ഇതിനുദാഹരണമാണ്. ഇതിനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിലുണ്ട്. മൊബൈൽ ആവശ്യങ്ങൾക്കും മറ്റ് സഹായങ്ങൾക്കും ഈ ഹെൽപ്പ് ലൈൻ മുഖേന ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വേണ്ട വിധം എല്ലാ ജനങ്ങളും ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ആവശ്യാനുസരണം ഇവരുടെ സേവനം ലഭ്യമാക്കുന്നതിനായി പ്രാദേശിക തലത്തിൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനാവണം. ഇതിനും പുറമെ പ്രാദേശികമായി ഏർപ്പെടുത്തേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. ഉദാഹരണത്തിന് പല ജലാശയങ്ങളും നീർത്തടങ്ങളും ഇപ്പോഴും ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. അവയെക്കുറിച്ചെല്ലാം വ്യക്തമായ ധാരണ നിങ്ങളിൽ പലർക്കുമുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമയബന്ധിതമായി അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അവ സംരക്ഷിക്കപ്പെടേണ്ടതും നവീകരിക്കപ്പെടേണ്ടതുമാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി പങ്കാളികളാകുന്നതിനും
പ്രസിഡൻസ് അസോസിയേഷനുകൾ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ പങ്കുവെക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.